ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സാക്ഷി വിസ്താരം തുടരുന്നു. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ മണിലാൽ കോടതിയിൽ മൊഴി നൽകി. പരിക്കേറ്റവരെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടതായും പ്രതിയുടെ ആക്രമണത്തിൽ തനിക്കും മുറിവേറ്റു എന്നുമാണ് സാക്ഷി മൊഴി നൽകിയത്. ഡോക്ടർ വന്ദനാദാസിനെ പ്രതി സന്ദീപ് ആക്രമിച്ച സമയം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ ASI ആയ മണിലാലും താലൂക്ക് ആശുപത്രിയിലുണ്ടായിരുന്നു. പരിക്കേറ്റ ഹോംഗാർഡ് അലക്സ് കുട്ടിയെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടുവെന്നും പ്രതിയുടെ ആക്രമണത്തിൽ തനിക്കും മാരകമായി മുറിവേറ്റുവെന്നും സാക്ഷി കോടതിയിൽ മൊഴി നൽകി. കൊല്ലം അഡീഷണൽ സെഷൻ ജഡ്ജി PN വിനോദ് മുമ്പാകെയാണ് സാക്ഷിയെ വിസ്തരിച്ചത്. സംഭവ സമയത്ത് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലായിരുന്നു മണിലാൽ. കാഷ്വാലിറ്റി വെയിറ്റിംഗ് ഏരിയയിൽ വെച്ച് പ്രതി മണിലാലിന്റെ തലയിൽ കുത്തി മുറിവേൽപ്പിക്കുന്ന ദൃശ്യവും കോടതിയിൽ സാക്ഷി തിരിച്ചറിഞ്ഞു. കേസിലെ മറ്റൊരു സാക്ഷിയും ആംബുലൻസ് ഡ്രൈവറുമായ രാജേഷിനെയും കോടതി വിസ്തരിച്ചിരുന്നു. ഹോംഗാർഡ് അലക്സ് കുട്ടിയെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമത്തിനിടെ കുത്തേറ്റ രാജേഷ് വന്ദനയെ പ്രതി സന്ദീപ് ആക്രമിക്കുന്നത് കണ്ടിരുന്നതായി കോടതിയിൽ മൊഴി നൽകി. അക്രമാസക്തനായ പ്രതിയെ പുറകിലൂടെ ചെന്ന് താൻ പിടികൂടിയെന്നും രാജേഷ് പറഞ്ഞു. സന്ദീപിനെ രാജേഷും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങളും കോടതിയിൽ തിരിച്ചറിഞ്ഞു. സംഭവ സമയത്ത് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മിനിമോൾ, പ്രദീപ, രമ്യ എന്നിവരെ തിങ്കളാഴ്ചയാണ് വിസ്തരിക്കുക. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ ഹാജരായി. ജനം, കൊല്ലം.